സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ തിരുവനന്തപുരം ചാലയിലെ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധം. ഡെലിഗേറ്റ് പാസ് ഏർപ്പാടാക്കും മുമ്പ് ചാലയിലെ തൊഴിലാളികൾ സെക്സ് സീൻ കാണാൻ IFFKയിലേക്ക് തള്ളിക്കയറിയെന്ന അടൂരിന്റെ പരാമർശത്തിലാണ് പ്രതിഷേധം. തൊഴിലാളികളെ അറിയില്ല എങ്കിലും ഇക്കാര്യം പലരും അറിഞ്ഞു എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇതുപോലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ചാലയിലെ തൊഴിലാളികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? അടൂരിന്റെ പരാമർശത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ് തൊഴിലാളികളും നീങ്ങുന്നത്, തൊഴിലാളി സംഘടനകളും നീങ്ങുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചാലയിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, തൊഴിലാളികളൊക്കെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അടൂര് നടത്തിയിട്ടുള്ള പരാമർശം അത് എത്രത്തോളമാണ് തൊഴിലാളികളൊക്കെ വേദനയുണ്ടാക്കിയത്, അല്ലെങ്കിൽ തൊഴിലാളികൾ എത്രത്തോളമാണ് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെ കാണുന്നു അടൂരിന്റെ പരാമർശം? തീർച്ചയായും അടൂര് വലിയവനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് വളരെ തരം താണതായിപ്പോയി. ചാലയിലെ തൊഴിലാളികൾ ഒരു പോൺ കാണാൻ വേണ്ടി ഒരു തിയേറ്റർ ഇടിച്ചു പൊളിച്ച് പോവുക എന്നൊക്കെ, ആ തിയേറ്ററിനകത്ത് എല്ലാം അടച്ചുപൂട്ടിയിരുന്ന സിനിമ കാണുന്ന അടൂര് പ്രസ്താവിച്ചത് വളരെ തരം താണ ഏർപ്പാടായിപ്പോയി. ഒന്ന്, അദ്ദേഹത്തിന് നിശ്ചയമില്ലാത്തൊരു കാര്യം, അദ്ദേഹത്തിന് ധാരണയില്ലാത്തൊരു കാര്യം, അദ്ദേഹത്തിന് തെളിവില്ലാത്തൊരു കാര്യം ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ട് ഒരു വിഭാഗത്തെയാകെ തന്നെ ആക്ഷേപിക്കുന്നത് വളരെ മോശമാണ്. ഈ വിഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ നന്നായി അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല തിന്മകൾക്കുമെതിരെ പോരാട്ടം നടത്തുന്നവരാണ്. അപകടങ്ങളുണ്ടായാൽ ഓടിയെത്തുന്നവരാണ്, ചോര കൊടുക്കുന്നവരാണ്. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണാൽ, തീപിടിത്തങ്ങൾ ഉണ്ടായാൽ എല്ലാം തന്നെ പോയി സഹായിക്കുന്നവരാണ്. നല്ല സംസ്കാര ബോധമുള്ളവരാണ്. ഈ പണിയെടുക്കുന്നവന് സംസ്കാരബോധമില്ല എന്ന് അടൂർ ധരിച്ചു വയ്ക്കുന്നത് വളരെ പെശകല്ലേ. പണിയെടുക്കുന്നവന്റെ സംസ്കാരമാണ് ഇന്ന് നാടിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സംസ്കാരം. ഈ നിലയ്ക്ക് അപ്പുറം പ്രതിഷേധം പോകുമോ? പ്രതിഷേധം അടൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഈ വളരെ ഇടുങ്ങിയ മനസ്സ് കൊണ്ട് നടത്തിയ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കുന്നില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോകും. ഇത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. തൊഴിലാളി വെറും സെക്സ് കലർന്നൊരു സീനിനു വേണ്ടി ഒരു തിയേറ്റർ പൊളിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എത്ര തരം താണതാണ്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ ഇങ്ങനെ പറയാൻ വേണ്ടി കൊള്ളാമോ? അങ്ങനെയാണോ ഈ നാട്ടിൽ സംഭവിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും വിഷയം സംഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചാനലോ ഏതെങ്കിലും പത്രമോ അങ്ങനെ ഒരു വിഷയം ഇതുവരെയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വിഷയമേ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത വിഷയം പുതുതായി ഒരു കോൺക്ലേവിൽ, ആ കോൺക്ലേവ് തന്നെ അതിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിലെ സിനിമാ വ്യവസായത്തെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതാണ്. അവിടെ വന്നിട്ട് തൊഴിലാളികളെ, അധസ്ഥിതരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഇവരെയെല്ലാം മോശമായി ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹം എത്ര വലിയവനെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ഇടുങ്ങിയതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഇത് തിരുത്തണം. ദയവായി അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. അദ്ദേഹത്തിന് ബോധ്യമാവാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. എന്താണെങ്കിലും അവരുടെ അഭിപ്രായം എടുക്കുന്നത് തുടരുക. എന്താണെങ്കിലും ചാലയിലെ തൊഴിലാളികൾ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുകയാണ്.